പത്തനംതിട്ട വാര്യപുരം സ്വദേശി ഷിബുവിന്റെ തിരോധാനത്തിൽ അന്വേഷണവും തിരച്ചിലും ഊർജിതമാക്കി പോലീസ്. കടാവർ നായകൾ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയത്. ഷിബുവിനെ കാണാനായിട്ട് 15 ദിവസങ്ങൾ പിന്നിടുകയാണ്. അടിപിടി ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഷിബുവിന്റെ കുടുംബം പരാതിയും നൽകിയിരുന്നു. ഷിജോ കുര്യൻ പത്തനംതിട്ട. ഷിജോ, ഈ പറഞ്ഞ ഇദ്ദേഹത്തെ കാണാതായിട്ട് ദിവസങ്ങൾ 15 പിന്നിടുന്നു. കുടുംബം നേരത്തെ തന്നെ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന ആരോപണവും പരാതി ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെ തിരച്ചിൽ നടത്തുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ? എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? സുഹൈല, നമുക്ക് ഈ പറയുന്ന പോലെ ലഭ്യമായിട്ടുള്ള വിവരമെന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ 31-ാം തീയതിയാണ് ഷിബു അവസാനമായിട്ട് വീട്ടിൽ നിന്ന് പോകുന്നത്. 43 വയസ്സുകാരനായിട്ടുള്ള വാര്യാപുരം സ്വദേശിയായിട്ടുള്ള ഷിബു തടിപ്പണിക്കാരനാണ്. അപ്പോൾ ഷിബു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം, ജോലിക്ക് വേണ്ടി പോയതിനു ശേഷം പിന്നീട് വീട്ടിലേക്ക് മടങ്ങി വന്നിട്ടില്ല. ഷിബുവിനെ കാണാതായതോടുകൂടി ഷിബുവിൻ്റെ കുടുംബം ആറന്മുള പോലീസിലും പരാതി നൽകിയിരുന്നു. ആറന്മുള പോലീസ് ആദ്യഘട്ടത്തിൽ ഈ പരാതി ഗൗരവമായിട്ട് അന്വേഷിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കുടുംബം ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നു. പിന്നീട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആനന്ദിന് പരാതി നൽകുന്നു. തൊട്ടു പിന്നാലെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നു. ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുന്നു. അങ്ങനെ പരാതിയൊക്കെ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആറന്മുള പോലീസ് ഷിബുവിന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. വാര്യാപുരത്തിന് സമീപത്ത് വെച്ചുകൊണ്ട് ഷിബുവിൻ്റെ സ്കൂട്ടർ കണ്ടെത്തിയിരുന്നു. ഷിബുവിൻ്റെ മൊബൈൽ ഫോൺ കേടായതുകൊണ്ട് മൊബൈൽ ഫോൺ പിന്നീട് കിട്ടിയതുമില്ല. അങ്ങനെ എന്തായാലും ഷിബുവിനെ കാണാതായതോടുകൂടി ഇപ്പോൾ ഷിബുവിൻ്റെ അന്വേഷണം ഊർജിതമാക്കിക്കൊണ്ട് ഇന്നിപ്പോൾ ഷിബുവിൻ്റെ പ്രദേശത്ത്, വാര്യാപുരം അടക്കമുള്ള പ്രദേശത്ത് ഒറ്റപ്പെട്ട കെട്ടിടങ്ങൾ, അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ കെടാവർ നായയെ ഉപയോഗിച്ചുകൊണ്ട്, തിരുവനന്തപുരത്ത് നിന്ന് K9 സ്ക്വാഡിൻ്റെ കെടാവർ നായയെ ഉപയോഗിച്ചുകൊണ്ട് ജലസംഭരണികളിലും കുളത്തിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലുമൊക്കെ പോലീസ് പരിശോധന നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 15 ദിവസങ്ങൾ പിന്നിടുകയാണ് ഷിബുവിനെ കാണാതായിട്ട്. അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി അന്വേഷിക്കുകയാണ്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ആറന്മുള പോലീസ് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.